وعن അസ്ലം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ഖാല സഅലനി ഇബ്നു ഉമർ, എന്നോട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. ബഅല ശഅനിഹി, ഉമർ റളിയല്ലാഹു തആല അൻഹു ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. ഷഅനിഹി എന്നതിൽ ലമീറിനെ ഉദ്ദേശിക്കുന്നത് ഉമർ. അതായത് ഉമർ റളിയല്ലാഹു തആല അൻഹു ചില കാര്യങ്ങളെ കുറിച്ച് ആര് ചോദിച്ചു? ഈ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. ഫഅഖബർതുഹു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുയുടെ പിതാവായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്തു? വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ വിവരങ്ങൾ ഇങ്ങനെ ഓരോ വൃത്താന്തങ്ങൾ വാപ്പയെക്കുറിച്ച് സുഹൃത്തായ അക്കാലഘട്ടത്തിൽ സമകാലീനരായി ജീവിച്ച അസ്ലം റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ കാര്യം ഇതെല്ലാം കേട്ടപ്പോൾ ആ സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മകന് പിതാവായിട്ട് വന്ന പ്രത്യേക ബന്ധമായിരിക്കുമല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ റഅയ്തു അഹദൻ ഖത്തു, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല തീരെ തന്നെ, ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം, മിൻ ഹീനി ഖുബില, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് സ്വീകരിക്കപ്പെട്ടതിന് ശേഷം, അല്ലാഹു തആല വഫാത്താക്കിയതിന് ശേഷം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താക്കിയതിന് ശേഷം ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. കാന അഹദ്ദ വ അജ്വദ, തൻ്റെടിയും പരിശ്രമശാലിയും ആണ് അഹദ്ദയുടെ അർത്ഥം. ആയ ഒരാളെയും കണ്ടിട്ടില്ല. ഏറ്റവും വഅജ്വദ, ഏറ്റവും ധർമ്മിഷ്ഠനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഹത്തന്തഹ, ആ കർമ്മകുശലതയിൽ എന്താണ് മുന്നിട്ട് എന്ത് ചെയ്യുക പോവുക. ഹത്തന്തഹ, ആ വ്യക്തി എന്താണ് പര്യവസാനം കുറിക്കുന്നവരെ മൗത്താവുന്നവരെ. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മിൻ ഉമർ, ആരേക്കാൾ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും അത്തരത്തിലൊരാളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് മകൻ എന്താണ് പിതാവിനെ വിലയിരുത്തുകയാണ്. അപ്പോൾ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വാനിൽ മിസ്വർ ബിൻ മഖ്റമത്ത് മിസ്വർ ബിൻ മഖ്റമത്ത് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, പല മഹാനർ പറയുന്നു, ലമ്മ തുഇന ഉമർ റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റപ്പോൾ, കുത്തി പരിക്കേൽപ്പിക്കപ്പെട്ടപ്പോൾ, ഉമർ റളിയല്ലാഹു തആല അൻഹു പരിക്കേൽപ്പിച്ചിട്ട് ആ കുത്തേറ്റാണ് മരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. മിഹ്റാബിൽ നിൽക്കുന്ന കുത്തേറ്റതാണ് അഭിപ്രായം. അങ്ങനെ ജഅല യഅലമു, ഉമർ റളിയല്ലാഹു തആല അൻഹു വേദനിക്കുന്നവരായി തീർന്നു. ഫഖാല ലഹു ഇബ്നു അബ്ബാസ്, അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കഅന്നഹു യുജസ്സിഉഹു, എന്താണ് ഈ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ വൈഫലരായതായിട്ട് മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ കൂടെ പരിഭ്രമം ബാധിച്ചതായിട്ട് മനസ്സിലാക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായിട്ടുള്ളവരെ, അമീറായിട്ടുള്ളവരെ. അപ്പോൾ നേരം അമീറുൽ മുഅ്മിനീനാണ് ആര്? ഉമർ റളിയല്ലാഹു തആല പറയാണ്, വലാ കല്ലദാലിക, അങ്ങേക്കിത് ഭാരമാകാതിരിക്കട്ടെ. ശത്രുക്കളുടെ, എതിരാളികളുടെ ഈ കുത്തിപ്പരിക്കേൽപ്പിക്കൽ, അതിൻ്റെ പ്രയാസവും വേദനയും, ശരീരത്തിനും മനസ്സിനുള്ള വേദന, അതങ്ങേക്ക് എന്താവട്ടെ, ഒരു ഭാരം, ഭാരമാകാതിരിക്കട്ടെ. ലഖദ് സഹിബ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്തരത്തിൽ നിശ്ചയം അങ്ങ് ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുഹബത്തിലായി, സ്വഹാബിയായി കഴിഞ്ഞിട്ടുണ്ട്. ഫഅഹ്സൻത സുഹബത്തഹു, അങ്ങ് ആ സുഹബത്തിനെ, ആ സ്വഹാബിയായിട്ടുള്ള കാലഘട്ടത്തിലെ ആ ജീവിതത്തെ, ആ ഒരു വർത്തമാനകാലം, പിന്നെയും സ്വഹാബി തന്നെയാണ്, ആ കാലത്തെ അങ്ങയുടെ ആ സുഹബത്തിനെ, പ്രവാചകരുമായിട്ടുള്ള സുഹബത്തിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങെന്ത് ചെയ്തു? ഏറ്റവും മനോഹരമായി എന്ത് ചെയ്തു? നിവർത്തിച്ചു, ഇത് ഭംഗിയായി നടപ്പിലാക്കി. സുമ്മ ഫാറഖക, പിന്നെ അങ്ങേ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർപിരിഞ്ഞു, മരണപ്പെട്ടു പോയി. മനസ്സിലായില്ലേ? വഹുവ അൻക റാദിൻ, അത്തരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ തൊട്ട് വഫാത്തായി പോകുമ്പോൾ അങ്ങേ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ്? തൃപ്തനാണ്, അങ്ങയുടെ മക്കാം. അതുകൊണ്ട് ഈ കുത്ത് അങ്ങേക്ക് എന്ത് ചെയ്യട്ടെ? ഭാരമാകാതിരിക്കട്ടെ കേട്ടോ. സുമ്മ സഹിബ്ത അബൂബക്കർ, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവുമായി അങ്ങ് സഹവസിച്ചു. ഫഅഹ്സൻത സുഹബത്തഹു, അദ്ദേഹവുമായിട്ടുള്ള സഹവാസം അങ്ങ് എന്ത് ചെയ്തു? മനോഹരമായി ഭംഗിയാക്കി പൂർത്തിയാക്കി. അങ്ങയുടെ മുൻഗാമിയാണ്
സുമ്മ ഫാറഖക, പിന്നെ അങ്ങയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വേർപിരിഞ്ഞു. വഹുവ അൻക റാദിൻ, അദ്ദേഹവും അങ്ങേ തൊട്ടെന്താണ് തൃപ്തനാണ്. അങ്ങനെ ആ നിലയിലാണ് അങ്ങ് അന്നും കഴിഞ്ഞു പോയത്. സുമ്മ സഹിബ്തൽ മുസ്ലിമീന, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇല്ലാത്ത കാലഘട്ടത്തിൽ ശേഷിക്കുന്ന മുഴുവൻ മുസ്ലിം സമൂഹവുമായിട്ട് അങ്ങ് എന്ത് ചെയ്തു, സഹവസിച്ച് കഴിഞ്ഞുപോയി. ഫഹസൻ തസൂബത്തവും, മുസ്ലിം സമൂഹത്തോട് മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്തു, അവരുള്ള സഹവർത്തിത്വത്തെ, ആ ബന്ധത്തെ, ആ സുഹബത്തിനെ അതിമനോഹരമായി കൈകാര്യം ചെയ്തു. വലയിൻ ഫാറഖ്തഹും, അപ്പോൾ അങ്ങ് ആ മുസ്ലിം ഉമ്മത്തിന് അങ്ങ് പിരിയുകയാണെങ്കിൽ ലതുഫാരിഖന്നഹും, അങ്ങ് അവരെ പിരിയുന്ന നിശ്ചയമായിട്ടും ഏത് രീതിയിലായിരിക്കും, വഹും അൻകറാദൂൻ, ഈ മുസ്ലിമീങ്ങളെല്ലാം ഇങ്ങനത്തെ എന്താണ് സംതൃപ്തരാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അങ്ങ് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് പരിഭ്രമിക്കല്ലേ, വിഷമിക്കല്ലേ, വേദനിക്കല്ലേ, അങ്ങക്ക് ഭാരമാകല്ലേ എന്ന് ഒരു സ്നേഹിതന്റെ ഭാഷയിൽ എന്താണ് ഇദ്ദേഹം എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്താണ് സമാശ്വസിപ്പിക്കുകയാണ്. ഇത്രയും ഈ സമാശ്വാസ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അമ്മാ മാ ദക്കർത മിൻ സുഹബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ കാര്യം, മിൻ സുഹബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സുഹബത്തിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം, വലില്ലാഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃപ്തിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം, അപ്പോൾ ഇന്നമ ദാലിക, നിശ്ചയമായും അത് മന്നും മിനല്ലാഹി, കണ്ടോ, അവരുടെ ആ തവക്കുലും ആ വിശ്വാസത്തിൻ്റെ ആ ഒരു എന്താ ആ വലിപ്പവും മനസ്സിലാക്കണം. മന്നും മിനല്ലാഹി, അത് അള്ളാഹു എന്നുള്ള ഗുണമാണ്. അത് എൻ്റെ എന്ന് പറഞ്ഞിങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ, മനസ്സിലായില്ലേ? അത് മന്നും മിനല്ലാഹി, അള്ളാഹു എന്നുള്ള ഗുണമാണ്. മന്നബിഹി അലയ്യ, അള്ളാഹു തആല ആ ഗുണം കൊണ്ട് ഗുണം ചെയ്തു, അലയ്യ, എൻ്റെ മേലെ ഗുണം ചെയ്തു, അലയ്യ. അപ്പോൾ അമ്മാമാ ദക്കർത മിൻ സുഹബത്തി അബീബക്കർ, പിന്നെ നിങ്ങൾ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമായിട്ടുള്ള സുഹബത്ത്, വരിദാഹു, അദ്ദേഹത്തിൻ്റെ സംതൃപ്തിയും, അപ്പോൾ ഇന്നമാ ദാലിക മന്നും മിനല്ലാഹി, നിശ്ചയമായി അതും എന്താണ് അള്ളാഹുവിൽ നിന്നുള്ള ഗുണമാണ്. അപ്പോൾ ഇന്നമാ അത് മാത്രമാണ്, അള്ളാഹുവിന് ഗുണം മാത്രമാണത്, മനസ്സിലായില്ലേ? മന്നബിഹി അലയ്യ, അള്ളാഹു തആല ഗുണം കൊണ്ട് എൻ്റെ മേൽ എന്ത് ചെയ്തു, ഗുണം ചെയ്തു. അപ്പോൾ അമ്മാമാ തറ, ഇനി അടുത്ത കാര്യം, നിങ്ങൾ കാണുന്ന ഒന്ന്, മിൻ ജസ്ഈ, എൻ്റെ ഭയവിഹ്വലതയാലും പരിഭ്രമത്താലും ഈ കുത്തേറ്റപ്പെട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കാണുന്ന ഒന്ന്, ഫഹുവ മിൻ അജ്ലിക, അത് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഭയവിഹ്വലതയും വിഭ്രമവുമാണ്. അതാണ് എൻ്റെ വേർപാടിന് ശേഷം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകാവുന്ന എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളെ ഓർത്ത് എനിക്കുള്ള വിഷമവും പ്രയാസമാണ്. മനസ്സിലായില്ലേ? ഫഹുവ മിൻ അജ്ലിക അമിൻ അജ്ലി അസ്ഹാബിക, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അസ്ഹാബ്, ശേഷിക്കുന്ന സഹാബത്തിൽപ്പെട്ട താബീങ്ങളിൽപ്പെട്ട ജനസമൂഹം, മുസ്ലിം ജനസമൂഹം, അവരെക്കുറിച്ചുമുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്താണ് എൻ്റെ ഭയപ്പാട്. അല്ലാതെ എനിക്ക് കുത്തേറ്റ് പരിക്കേറ്റതിൻ്റെ അതിൻ്റെ പരിഭ്രമമല്ല. പിന്നീടുള്ള എൻ്റെ കാലത്തിന് ശേഷമുള്ള സ്വഹാബത്തിനെ സംബന്ധിച്ച്, മുസ്ലിം ജനസാമാന്യത്തെക്കുറിച്ച് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഉണ്ടായ ഒരു പരിശ്രമവും വിഭ്രാന്തിയുമാണ് എനിക്ക് ചെയ്യുന്നത് കേട്ടോ. വല്ലാഹി ലൗ അന്നലി ദിലാഉൽ അർളി, അള്ളാഹു സത്യം, എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഭൂമിയുടെ വിധാനം നിറച്ചു, ഭൂമിയുടെ ഉപരിതലം നിറച്ചും എനിക്കുണ്ടായിരുന്നെങ്കിൽ, സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ, ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാഹ്, ഞാനത് ചെലവഴിക്കുന്നതാണ്, അത് വ്യയം ചെയ്യുന്നതാണ്, അത് എന്താണ് ചെലവഴിച്ച് തീർക്കുന്നതാണ്, മിൻ അദാബില്ലാഹി, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്നും എന്താണ് പരിഹാരമായിട്ട് ഞാനത് ചെലവഴിച്ച് തീർക്കും. ഖബല അൻ അറാഹു, അള്ളാഹു താലയെ ഞാൻ കാണുന്നതിന് മുമ്പായിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അത് മുഴുവനും ഞാൻ എന്ത് ചെയ്യും, ചെലവഴിച്ച് തീർക്കും. അപ്പോൾ എനിക്ക് സ്വർണം, ഈ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ ഉണ്ടായിട്ട് അത് ചെലവഴിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തൊരു ചിന്തയാണത്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാനത് കുറച്ച് ചിലവഴിക്കും, അല്ലെങ്കിൽ പകുതി ചിലവഴിക്കും, അല്ലെങ്കിൽ മുക്കാൽ ചിലവഴിക്കും എന്നൊക്കെ ചിന്തിക്കുള്ളൂ. അത് മുഴുവനും ഞാൻ ചിലവഴിക്കും. അപ്പോൾ എനിക്കുള്ളത് എന്തും നർത്ഥം. അപ്പോൾ എൻ്റെ ജീവനടക്കം എന്തും എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നഷ്ടപ്പെടുന്ന എനിക്കെന്താണ് വിഷയമല്ല, മനസ്സിലല്ലേ പറഞ്ഞത്? പക്ഷേ
എൻ്റെ ഭരണാധികാരിയായ നിലയ്ക്ക് എനിക്ക് ശേഷം നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉണ്ടായല്ലോ, പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിലുണ്ടായല്ലോ. അപ്പോൾ ആ ഒരു ചിത്രം കറക്റ്റ് ആർക്കറിയാം? മറതിയുള്ളതെന്ന് അറിയാം. അപ്പോൾ ആ പിൽക്കാലത്ത് സംഭവിച്ചേക്കാവുന്ന ആ കാര്യത്തെക്കുറിച്ചുള്ള ആകുലത, ഉൾക്കണ്ട, അതാണ് എൻ്റെ ഫലത എന്ന് മറതിയുള്ളാഹു തആല കേട്ടോ. റവാഹു അൽ ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ബാബു മനാഖിബി അബീബക്കർ വ ഉമർ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനാഖിബിനെ പറ്റി പറഞ്ഞു ഒരു പാഠം, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു മനാഖിബിനെ പറ്റി പറഞ്ഞു അടുത്ത പാഠം. പിന്നെ രണ്ടുപേരുടെയും മനാഖിബ്, മനസ്സിലായില്ലേ? അങ്ങനെയും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് വേറെ പാഠം വന്നു കേട്ടോ. ബാബു മനാഖിബി അബീബക്കർ വ ഉമർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് പറയുന്ന പാഠമാണ്. അൽ ഫസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ ഫസ്ല്. അൻ അബീ ഹുറൈറത, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിപ്പോർട്ട് ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം അതിനെ പറയുന്നു, ബൈനമാ റജുലുൻ, ഒരു റജുലായിരിക്കെ യസൂഖു ബക്കറത്തൻ, കന്നാലിയെ മേച്ചുകൊണ്ടിരിക്കുക, കന്നാലിയെ തളിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇത് അയ്യ തളിച്ചുകൊണ്ട് പോവാ, അഴിച്ചുകൊണ്ട് പോകില്ല, ഇങ്ങനെ തളിച്ചുകൊണ്ട് പോകും. ഇത് അയ്യ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ശാരീരിക അസ്വാസ്ഥ്യം, അത് ദേഹാസ്വാസ്ഥ്യം എന്നൊക്കെ പറയില്ലേ മന്ത്രിമാർക്കൊക്കെ, അതിന് എന്ത് ചെയ്യും? കുഴങ്ങിയെന്ന് വയ്ക്കും, വടക്കൻ ഭാഷയിൽ കുഴക്കെന്ന് പറയും. ശരീരം എന്ത് ചെയ്യുക? തളർന്നു പോകുന്ന അവസ്ഥ, മനസ്സിലായി? ശരീരത്തിന് എന്തൊരു ക്ഷീണം ബാധിച്ചു. ഫറഖിബഹ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ മൃഗത്തിൻ്റെ മുകളിൽ വാഹനം കയറി, അദ്ദേഹത്തെ പുറത്ത് കയറി കേട്ടോ. ഇപ്പോൾ കാലത്ത് അപ്പോൾ ആ മൃഗം പറഞ്ഞു, ഈ കന്നാലി ഈ കന്ന് പറഞ്ഞു, ഇന്നാ ലം തുഖലക്ക് ലിഹാദ, ലം നുഖലക്ക് കേട്ടോ, നിശ്ചയമായും ഞങ്ങളാവുന്ന ലം നുഖലക്ക് മുത്തക്കല്യമായിട്ട്, ഞങ്ങളെ പടയ്ക്കപ്പെട്ടിട്ടില്ല ലിഹാദ, ഈ കാര്യത്തിന് വേണ്ടി പടയ്ക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളെ പടയ്ക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ വാഹനമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ ഹദീസിൻ്റെതായ ഈ ഒരു റിപ്പോർട്ടിംഗ് അനുസരിച്ച് അവയുടെ മേൽ വാഹനം കയറൽ അതിന് ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് പറഞ്ഞല്ലോ മാത്രമേ, മനസ്സിലായില്ലേ? വാഹനം കയറാൻ അതിനെന്ത് ചെയ്യാൻ പാടില്ല? വ്യാപകമായി ഉപയോഗിക്കാൻ പാടില്ല. നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഉപയോഗിക്കാം. അല്ല പൊതുവെ ഉപയോഗിക്കുകയും ചെയ്യാം, അതിനെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി, കഷ്ടപ്പെടുത്താതിരുന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ മാത്രമുണ്ട്. അഭിമതമനുസരിച്ചൊക്കെ കഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ ഉപയോഗത്തിന് എന്ത് ചെയ്യാം? അകത്ത് ഉപയോഗിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ ലം തുഖലക്ക്, അപ്പോൾ അറിയാം ലം നുഖലക്ക്, ഞങ്ങളെ പടയ്ക്കപ്പെട്ടിട്ടില്ല അല്ലെ ഹാദ, ഇതിനു വേണ്ടി പടയ്ക്കപ്പെട്ടു. അത് ആരാ സംസാരിക്കുന്നത്? കന്ന് സംസാരിക്കുന്നു. ഇന്നമാ ഖുലിഖ്ന, നിശ്ചയമായും ഞങ്ങളെ പടയ്ക്കപ്പെട്ടിരിക്കുന്നില്ല ഹറാസത്തിൽ അർള്, ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി. ഉഴുതുന്ന കാള മനസ്സിലായില്ല? കലപ്പ ഉപയോഗിച്ച് അതിൽ വെള്ളം തേവുന്ന കാള, മനസ്സിലായില്ലേ? അതുപോലെ കന്നുകളെല്ലാം ഉപയോഗിക്കും. അതിനു വേണ്ടി ഞങ്ങളെ പടയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഈ മൃഗം സംസാരിച്ച കാര്യം ഇങ്ങനെ പറയാലോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഖാലന്നാസ്, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരാശ്ചര്യം, അല്ലാഹുവിനെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ബക്കറത്തുൻ, ഒരു മൃഗം, തക്കല്ലമു, അത് സംസാരിക്കുന്നുവോ? തക്കല്ലമു അവർ പോയതാ, കളയാലോ, അതെന്തിനെ പിടിച്ചിട്ടുണ്ടല്ലോ. മൃഗം, ഒരു കന്ന്, ഒരു പശു, വലിയ ഒരു കാള, അത് സംസാരിക്കുന്നുവോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, അപ്പോൾ ഇന്നി ഊമിനു ബിഹി, നിശ്ചയമായി ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. വ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വിശ്വസിക്കുന്നു. വ ഉമർ, ഉമർ റളിയല്ലാഹു തആല വിശ്വസിക്കുന്നു. ആരുടെ മഹത്വം പറയുന്ന പാഠമാണിത്? ഞാൻ വിശ്വസിക്കുന്നു കൂടെ ചേർത്ത് ആരെ പറയാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല വിശ്വസിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ തിരഞ്ഞെടുത്തു? ഇവർ രണ്ടുപേരെ തിരഞ്ഞെടുത്തു. ആയിരക്കണക്കിന് സഹാബത്തുണ്ട്, മനസ്സിലായില്ലേ? ഞാനും വിശ്വസിക്കുന്നു. വമാ ഹുമാ സമ്മ, അത്തരത്തിൽ അവർ രണ്ടുപേരും സമ്മതില്ല, ഇവിടത്തിലില്ല, പക്ഷെ അവർ രണ്ടുപേരും ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പം കാല ബൈനമാ റജുലുൻ ഫീ ഖനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ തുടർന്ന് പറഞ്ഞു, ബൈനമാ റജുലുൻ ഫീ ഖനം, ഒരു റജുല് ഒരു ആട്ടിൻ പറ്റത്തിലായിരിക്കെ, ലഹു ആർക്കുള്ളത്? അദ്ദേഹത്തിനുള്ള ആട്ടിൻ പറ്റത്തിലായിരിക്കെ, ഇത് അദു, അപ്പം എന്ത് ചെയ്തു? ഒരു ചെന്നായ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ചാത്തി, ഒരു ചെന്നായ ഒരാടിൻ്റെ മേൽ ചാടിപ്പിടിച്ചു, മനസ്സിലായില്ല? ഒരാടിൻ്റെ മേൽ ചാടിപ്പിടിച്ചു. മിൻഹ, ആട്ടിൻ പറ്റത്തിൽ നിന്ന്. ഫഹദഹ,
അതിനെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അതറക്ക ആ സായിബുവ. അപ്പോൾ ആ ചെന്നായി പിടിച്ചുകൊണ്ടുപോയ ആടിനെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് ആര് കണ്ടെത്തി? ഈ ഇടയനായ ഈ സാഹിബ് എന്ത് ചെയ്തു? കണ്ടെത്തി. അങ്ങനെ ഫസ്തങ്കദഹ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ചെന്നായിൽ നിന്നും ആ ആടിനെ എന്ത് ചെയ്തു? അദ്ദേഹം രക്ഷപ്പെടുത്തി. അപ്പൊ കാലലഹുദ്യം, അപ്പൊ എന്തായി? ചെന്നായ സംസാരിച്ചു. ആരോട്? ഈ ഇടയനായ സാഹിബിനോട്, ഈ ആടിനെ മേയ്ക്കുന്ന ആളോട് എന്ത് ചെയ്തു? സംസാരിച്ചു. ഫമല്ലഹ ഫമല്ലഹ യൗമസ്സബഈ, നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ആഹാരത്തിന് വേണ്ടി പിടിച്ചുകൊടുന്ന ആടിനെ നിങ്ങൾ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. അപ്പൊ ഈ ചെന്നായ ചോദിക്കുകയാണ്, ഫമല്ലഹ യൗമസ്സബഈ, ഈ ആടിൻ പറ്റത്തിന് വഹ്ഷ, സബ എന്ന് വെച്ചാൽ വഹ്ഷാണ്, അതായത് കാട്ടുമൃഗം. കാട്ടുമൃഗത്തിന്റെ ദിവസം ആരാ ഉള്ളത്? കാട്ടുമൃഗത്തിന് ദിവസം ആരാണ് ഈ മൃഗത്തെ രക്ഷിക്കാനുള്ളത്? അതായത് ഈ ഫിത്നയും പ്രശ്നങ്ങളും നടമാടി മനുഷ്യര് അവരവരുടെ കാര്യത്തെക്കുറിച്ച് ആകുലപ്പെട്ട് അന്താളിച്ച് നടക്കുന്ന സമയം വരും. ഖിയാമത്ത് നാൾ അടുപ്പിച്ചു അല്ലേ? അപ്പൊ അവർ വളർത്തുന്ന മൃഗം എന്ന് അവർക്കൊരു വിഷയമേ ആയിരിക്കുക. അതിനെന്ത് പറ്റി, അതിന് കെട്ടിയോ കെട്ടിയില്ലയോ, അതിന് ഭക്ഷണം കൊടുത്തോ കൊടുത്തില്ലയോ, അതിന് മേയാൻ വിട്ടോ വിട്ടില്ലയോ, അതിന് ചെന്നായി പിടിച്ചോ, ഒന്നും വിഷയമല്ല. മനസ്സിലായില്ല? സ്വന്തം ജീവന്റെ കാര്യോർത്ത് ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് വഹശ എന്തായിരിക്കും? ചുറ്റി അടിച്ച് കറങ്ങുമായിരിക്കും. അതെ, കാട്ടുമൃഗങ്ങൾ. ആണ് യൗമസ്സബഈ. അന്ന് ഇവയെ രക്ഷിക്കുന്നത് ആരാണ്? ഫമല്ലഹ യൗമസ്സബഈ. ഇതിനർത്ഥമുണ്ട്, സബാ എന്ന വാക്കുപയോഗിച്ച് അറബികൾ പറയാറുണ്ട്. എന്താണ്? കാട്ടുമൃഗം അതിനെ നയിച്ചുകൊണ്ടുപോയി. അല്ലാതെ ഇടയനില്ലാത്ത ദിവസം. ഇടയന് ചിലപ്പോൾ ഇടയ്ക്ക് നീണ്ടു വരും, ബാത്റൂമിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ വേറെ പനി പിടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൃഗത്തിന് എന്ത് ചെയ്യും? ഇടയനില്ലാതെ ചിലപ്പോൾ മേയാൻ വിടേണ്ട ആവശ്യം വരും. ഇപ്പം ഇടയനില്ലാത്ത സമയം വരും. അപ്പോൾ ആര് മേയ്ക്കും? ഈ കാട്ടുമൃഗം മേയ്ക്കും. അതിനർത്ഥം എന്താ? കാട്ടുമൃഗം എനിക്ക് ആശുപത്രി പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആരുണ്ടാവില്ല അതിനെ രക്ഷപ്പെടുത്താനായിട്ട്. അങ്ങനെ അർത്ഥം അതിന് പറയാം. അപ്പോൾ വമല്ലഹ യൗമസ്സബഈ യൗമ ലാ റാഇയ ലഹാ. യൗമ ലാ റാഇയ ലഹാ ഗൈരിഹി. അതൊരു ദിവസമാണ് ഈ കന്നിന്, ഈ ഗനമിന്, ഇവിടെ ഗനമാലോ, ഈ ഗനമിന് ഒരു ഇടയനുമില്ല. പോയിരി ആരല്ലാതെ? ഞാനല്ലാതെ. എന്നുവെച്ചാൽ അന്ന് ചെന്നായ പോലത്തെ ഈ സഭ ഉണ്ടാവുള്ളൂ. ഞാനല്ലാതെ ഒരു ഇടയനുമില്ലാത്ത ആ ദിവസം ആരുണ്ട് ഇതിനെ രക്ഷിക്കാനെന്ന് ആര് സംസാരിച്ചു? ചെന്നായ. അപ്പൊ കാലന്നാണ് ഈ വിവരം പറഞ്ഞപ്പോൾ അപ്പോഴും ജനങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. എന്തൊരാശ്ചര്യം! ബിഉബുൻ യതകല്ലമു, എന്താണ്? ചെന്നായ സംസാരിക്കുന്നുവോ? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഊമിനു ബിഹി, ഞാനെന്താണ്? അതുകൊണ്ട് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല വ അബൂബക്കർ വ ഉമർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും വിശ്വസിക്കുന്നു. അവർ രണ്ടുപേരും എന്താണ്? ഇവിടത്തിൽ ഇല്ല. അപ്പൊ ഇല്ലാത്തതിനിടയിൽ തന്നെ ഈ കാര്യം, ഈ വാർത്താവൃത്താന്തം കേട്ടപ്പോൾ എനിക്ക് വിശ്വാസമായി. എൻ്റെ ഏറ്റവും വലിയ സാഹിബൈനിയായ ഷെയ്ഖൈനി എന്ന പേരിൽ ഇസ്ലാം എന്നറിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അതുകൊണ്ട് വിശ്വസിച്ചു. അപ്പോൾ അവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഈമാനികമായ ഇസ്ലാമികമായ അത് രണ്ടും ഇതിൽ വ്യക്തമാണ് കേട്ടോ. റളിയല്ലാഹു തആല. മുത്തഫഖുൻ അലൈഹി. ഹദീസ് എന്താണ്? മുത്തഫഖുൻ അലൈഹി.